Dear students, myself Vishnu Nair, Assistant Professor, Mechanical Engineering Department, SNIT, Adur. Today we are going to discuss the topic Aggregate Planning Strategies in Supply Chain and Logistics Management in S7 Mechanical Engineering. First of all, on my last class I have discussed what is aggregate planning and what are the requirements for the aggregate planning. So going into the topic, today we are going to discuss aggregate planning strategies. So first of all, we need to know what are the costs involved in aggregate planning. Okay, so going into that, there are certain costs are associated with the aggregate planning. That is first one, regular time production cost. Regular time production cost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഡ്യൂറിങ് ദ വർക്കിംഗ് അവേഴ്സ്. ഓക്കെ, നമ്മുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ആ ഒരു വർക്കിംഗ് ടൈമിൽ ഒരു 8 hours അവരുടെ നമ്മൾ വർക്കിംഗ് ടൈം ആദ്യമേ ഫിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കിംഗ് ടൈമിൽ നമ്മൾ എത്രയാണ് പേ ചെയ്യേണ്ടി വരുന്നത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ കോസ്റ്റിനെയാണ് നമ്മൾ റെഗുലർ ടൈം വർക്കിംഗ് കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓവർ ടൈം പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടാമത്തെ പോയിൻ്റാണ് ഓവർ ടൈം പ്രൊഡക്ഷൻ കോസ്റ്റ്. ഓവർ ടൈം പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ആൻ ഓർഗനൈസേഷൻ ബിയോണ്ട് ദ വർക്കിംഗ് അവേഴ്സ്. ഇപ്പം നമ്മൾ ആ ഒരു നമ്മുടെ വർക്ക് ഫോഴ്സിനെ നമ്മൾ 8 hours എന്നുള്ളത് നോർമൽ വർക്കിംഗ് ടൈം കഴിഞ്ഞ് എക്സ്ട്രാ 2 hours നമ്മൾ അവരെ നിർത്തി വീണ്ടും എക്സ്ട്രാ വർക്ക് കൊടുക്കുകയാണ്, അവരെ കൊണ്ട് ഓവർ ടൈം ചെയ്യിക്കുകയാണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ വർക്കിംഗ് അവേഴ്സിൻ്റെ റേറ്റ് ആയിരിക്കത്തില്ല പേ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഒരു എക്സ്ട്രാ കോസ്റ്റ് അവിടെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഓവർ ടൈം പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഹയറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഹയറിംഗ് എ എംപ്ലോയി. നമ്മൾ ഒരു എംപ്ലോയീനെ ആ ഒരു സർട്ടൺ ടൈം പീരീഡിലേക്ക് നമുക്ക് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കൂടുതൽ വേണ്ട സമയത്ത് നമ്മൾ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആകുന്ന കോസ്റ്റ്, അതിനെയാണ് നമ്മൾ ഹയറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ലേ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് റെഡ്യൂസിങ് ദ മാൻ പവർ ആണ് നമ്മൾ ലേ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു എംപ്ലോയിയെ പിരിച്ചുവിടുന്നു, നമുക്ക് പ്രൊഡക്ഷൻ കുറവാണ്, നമുക്ക് ഓർഡേഴ്സ് തീർത്തും കുറവാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ എംപ്ലോയീസിനെ ഫയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ടേ ഫയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അങ്ങനത്തെ ആ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ ലേ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻവെൻട്രി കോസ്റ്റ്, അടുത്തത് ഇൻവെൻട്രി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഗുഡ്സ് ഇൻ ദ സ്റ്റോക്ക്. നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങി സ്റ്റോക്ക് ചെയ്യുകയാണല്ലോ, അതിന് വേണ്ടി ചിലവാകുന്ന പൈസേനെയാണ് നമ്മൾ ഇൻവെൻട്രി സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് നോട്ട് ബീയിങ് ഏബിൾ ടു മീറ്റ് ദ ഡിമാൻഡ്. നമുക്ക് ഈ പറഞ്ഞ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻവെൻട്രി സ്റ്റോർ ചെയ്തില്ലെങ്കിൽ നമുക്ക് വരുന്ന ഓർഡേഴ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഓർഡർ മീറ്റ് ചെയ്യാതെ വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു നഷ്ടമുണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന നഷ്ടത്തിനെയാണ് നമ്മൾ ഷോർട്ടേജ് കോസ്റ്റ് അല്ലെങ്കിൽ ബാക്ക്ലോഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സബ് കോൺട്രാക്റ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ഗിവിംഗ് ദ ടാസ്ക് ടു സബ് കോൺട്രാക്ടർ. നമുക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് നമുക്ക് ഈ ഒരു വർഷത്തേക്ക് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യേണ്ടത്. സോ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ പ്ലാന്റിന് അത്രത്തോളം കപ്പാസിറ്റി ഇല്ല. സോ നമ്മുടെ ഒരു സിസ്റ്റർ കൺസേണിന് നമ്മൾ കുറച്ച് വർക്ക് നമ്മൾ സബ് കോൺട്രാക്ട് ചെയ്ത് കൊടുത്തു. സോ അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന കോസ്റ്റ് അവർ ഒരു പർട്ടിക്കുലർ ചാർജ് ആയിരിക്കും ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന അതേ എമൗണ്ടിൽ തന്നെ അവർ ചെയ്തു തരണമെന്നില്ല. സോ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലുള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സബ് കോൺട്രാക്റ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർ യൂട്ടിലൈസേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് നോട്ട് യൂസിങ് അവൈലബിൾ യൂണിറ്റ്സ്. നമ്മൾ മെഷീൻസ് വാങ്ങിച്ചു വെച്ചു, നമ്മൾ ഈ പറഞ്ഞ വർക്ക് ഫോഴ്സിനെ ഹയർ ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഒരു മെഷീൻ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു കോസ്റ്റ്, നമ്മൾ സ്പെൻഡ് ചെയ്ത കോസ്റ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാതെ പോവുകയാണ്. സോ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാതെ പോകുമ്പോഴത്തേക്കും വരുന്ന നമ്മൾ റിസോഴ്സസ് നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ വരുമ്പോൾ പോകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ അണ്ടർ യൂട്ടിലൈസേഷൻ കോസ്റ്റ് പറയുന്നത്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ടേംസ് ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ അഗ്രിഗേറ്റ് പ്ലാനിങ്. ഓക്കെ, ഏതൊക്കെ ടേംസ് ആണ് നമുക്ക് കോമൺ ആയിട്ട് ഈ ഒരു പ്ലാനിങ് ചെയ്യാൻ നേരത്തെ കയറി വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ഫ്യൂച്ചർ കോസ് ഓഫ് ആക്ഷൻ ഇൻ അഡ്വാൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്താണ് ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. Okay, forecasting എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ forecasting is predicting the future performance of the organization on the basis of past and present performance data.
അത് ലാസ്റ്റ് ഒരു മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫോർകാസ്റ്റിംഗ് എന്താണെന്നുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഹിസ്റ്റോറിക്കൽ ഡേറ്റാസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു അടുത്ത വരും വർഷത്തേക്കുള്ള ഡിമാൻഡ് എത്രയായിരിക്കും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ഗിവൺ പീരീഡ് ഓഫ് ടൈം. നമ്മൾ അടുത്ത ഒരു മാസത്തേക്ക് എന്തുമാത്രം യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനെയാണ് പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വർക്ക് ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ദ നമ്പർ ഓഫ് വർക്കേഴ്സ് റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ, നമ്മുടെ കയ്യിലുള്ള മാൻ പവർ എത്രയാണ് അതിനെയാണ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓവർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ വർക്ക് ഫോഴ്സ് 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് ഓവർ ടൈം വർക്ക് കൊടുക്കും. ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർ ടൈം എന്ന് പറയുന്നത്. സബ് കോൺട്രാക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സബ് കോൺട്രാക്റ്റിംഗ് എ ബിസിനസ് പ്രാക്ടീസ് വെയർ മെയിൻ കോൺട്രാക്ടേഴ്സ് ഹയേഴ്സ് അഡീഷണൽ ഇൻഡിവിജ്വൽസ് ഓർ കമ്പനീസ് കോൾഡ് സബ് കോൺട്രാക്ടേഴ്സ് ടു ഹെൽപ്പ് ദ കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്. ഒരു വലിയൊരു പ്രോജക്റ്റാണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ കയ്യിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സാധനം നമുക്ക് ഡിമാൻഡായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അവിടെ ഓർഡർ നെഗ്ലക്റ്റ് ചെയ്യാനല്ല പാടുള്ളത്. നമ്മൾ ആ ഓർഡറിനെ എടുത്തുകൊണ്ട് നമ്മൾ ഇതിൽ കുറഞ്ഞു നിൽക്കുന്ന വർക്ക് എന്താണോ അത് നമുക്ക് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നു. അതിനെയാണ് നമ്മൾ സബ് കോൺട്രാക്റ്റിംഗ് എന്ന് പറയുന്നത്. ബാക്ക്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ്സ് ആർ അൺമെറ്റ് ഇൻ ദ പീരീഡ് ഇൻ വിച്ച് ഇറ്റ് അറൈസസ് ബട്ട് ക്യാരിഡ് ഓവർ ടു ഫ്യൂച്ചർ പീരീഡ്സ്. അതായത് നമുക്കിപ്പം ഒരു മാസത്തിലെ 1000 യൂണിറ്റ് ആയിരുന്നു നമ്മുടെ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. സോ നമുക്ക് 800 യൂണിറ്റ് നമുക്ക് ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. സോ 200 എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക്ലോഗ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. നമ്മൾ അത് അടുത്ത മാസം തരാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയേക്കുന്നതായിരിക്കും. അതിനെയാണ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കളക്ഷൻ ഓഫ് ഐറ്റംസ് ലൈക്ക് റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് എക്സ്പെക്റ്റഡ് ടു ബി യൂസ്ഡ് ഓർ സോൾഡ് വിത്തിൻ ദ ടൈം ഫ്രെയിം. നമ്മുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഈ ഫിനിഷ്ഡ് ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്ത് സെയിൽ ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പ്ലാനിങ് ഹൊറൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പ്ലാനിങ് സ്ട്രാറ്റജി എത്ര കാലഘട്ടത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ പ്ലാനിങ് ഹൊറൈസൺ എന്ന് പറയുന്നത്. സോ അഗ്രിഗേറ്റ് പ്ലാനിങ് സ്ട്രാറ്റജീസ്. The aggregate planner must make trade-offs among the capacity, inventory and backlog cost. An aggregate plan that increases one of these costs typically results in the reduction of other two. സോ ഈ ഒരു അഗ്രിഗേറ്റ് പ്ലാനിങ് സ്ട്രാറ്റജീസിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷണൽ കോസ്റ്റ് മാക്സിമം കുറച്ചുകൊണ്ട് നമ്മളുടെ ഈ പറഞ്ഞ ഫോർകാസ്റ്റ് ചെയ്ത് വച്ചേക്കുന്ന ഡിമാൻഡ് എത്രയാണോ അത് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഈ അഗ്രിഗേറ്റ് പ്ലാനിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. സോ അഗ്രിഗേറ്റ് പ്ലാനിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കപ്പാസിറ്റി, ഇൻവെൻട്രി ആൻഡ് ബാക്ക്ലോഗ് കോസ്റ്റ്, ഇത് മൂന്നിനെയും നമ്മൾ ഒരു സ്പെഷ്യൽ ഒരു ഫോർമുലേഷനിൽ നമ്മുടെ ഈ പറഞ്ഞ ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ ഇൻ ജനറൽ എ കമ്പനി അറ്റംപ്റ്റ്സ് ടു യൂസ് ദ കോമ്പിനേഷൻ ഓഫ് 3 costs to meet the demand. Therefore the fundamental trade-offs available to a planner are among capacity, inventory and backlog cost. സോ ഈ ഒരു കപ്പാസിറ്റി ആൻഡ് ഇൻവെൻട്രി ആൻഡ് ബാക്ക്ലോഗ് കോസ്റ്റ് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. സോ ഇപ്പോൾ ഒരു കമ്പനി ബാക്ക്ലോഗ് കോസ്റ്റ് കുറയ്ക്കാനായിട്ടാണ് അവർ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇൻവെൻട്രിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. ബാക്ക്ലോഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് അവിടെ ആവശ്യമുള്ളത്. സോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യണം. സോ ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ ബാക്ക്ലോഗ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇൻവെൻട്രി എന്നുള്ളതിൻ്റെ ബേസ് ചെയ്ത് വരുമ്പം അത് വൈസ് വേഴ്സയായിട്ട് പോകുന്നതായിരിക്കും.
So there are essentially three distinct aggregate planning strategies for achieving balance among these costs. Usually നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 3 സ്ട്രാറ്റജീസ് ഉണ്ട്. And these strategies involve trade-off among capital investment, workforce size, work hours, inventory and backlog cost. So നമ്മൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഓഫ് ഓൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ടാമത് വർക്ക് ഫോഴ്സ് സൈസ്, മൂന്നാമത് വർക്കിംഗ് അവേഴ്സ് ആൻഡ് ഇൻവെൻട്രി ആൻഡ് ബാക്ക്ലോഗ് അല്ലെങ്കിൽ ലോസ്റ്റ് സെയിൽസ്. ഈ ഇത്രയും ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫോർമുലേഷൻ അവിടെ ചെയ്യുന്നത്. ആ ഒരു ഫോർമുലേഷൻ മെയിൻ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത് നമുക്ക് ഏറ്റവും മിനിമൈസ് ചെയ്ത് നിർത്തുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മോസ്റ്റ് സ്ട്രാറ്റജീസ് ദാറ്റ് എ പ്ലാനർ ആക്ച്വലി യൂസസ് ആർ ദ കോമ്പിനേഷൻ ഓഫ് ദീസ് ത്രീ ആൻഡ് ആർ റെഫർഡ് ടു ആസ് ടൈലേർഡ് ഓർ ഹൈബ്രിഡ് സ്ട്രാറ്റജീസ്. സോ ഇനി പറയാൻ പോകുന്ന ഈ ഒരു 3 സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് നമുക്ക് പർട്ടിക്കുലർലി അത് മാത്രമായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ യൂസ് ചെയ്യുന്നതിനാണെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് സ്ട്രാറ്റജീസ് ആണെന്ന് പറയാം. സോ ബേസിക്കലി ദർ ആർ 3 strategies for the aggregate planning. That is, first one is chase strategy, and second one flexibility strategy, and the third one is level strategy. ഫസ്റ്റ് വൺ ചേസ് സ്ട്രാറ്റജിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റിയാണ് അവിടെ നമ്മൾ മെയിൻ എയിം ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, യൂസിങ് കപ്പാസിറ്റി ആസ് ദ ലിവർ. ആൻഡ് ഫ്ലെക്സിബിലിറ്റി സ്ട്രാറ്റജി മീൻസ് യൂസിങ് യൂട്ടിലൈസേഷൻ ആസ് ദ കീ ലിവർ. ആൻഡ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഇൻവെൻട്രിയാണ് നമ്മൾ ഈ പറഞ്ഞ കീ ലിവറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ ലെവൽ സ്ട്രാറ്റജി, ഫ്ലെക്സിബിലിറ്റി സ്ട്രാറ്റജി, ചേസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. സോ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. എന്താണ് ചേസ് സ്ട്രാറ്റജി? സോ ഞാൻ പറഞ്ഞായിരുന്നു, ചേസ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മുടെ മെയിൻ കീ പോയിൻ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ചേസ് സ്ട്രാറ്റജി ആ ഒരു വേർഡ് കേൾക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ഡിമാൻഡിനെ ചേസ് ചെയ്യുകയാണ്. നമുക്ക് ഒരു വർഷത്തിലുള്ള ഈ പറഞ്ഞ ഒരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. സോ കൂടുതൽ വേണ്ട സമയത്ത് നമ്മൾ എന്താണ് അത്രയും മാത്രം പ്രൊഡക്ഷൻ ചെയ്യുന്നു, കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് പ്രൊഡക്ഷൻ റേറ്റ് കുറയ്ക്കുന്നു. സോ ഇവിടെ പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. വാട്ട് എവർ ദ ഡിമാൻഡ് അതനുസരിച്ച് പ്രൊഡക്ഷൻ റേറ്റ് നമുക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പറ്റണം. അതനുസരിച്ചുള്ള കപ്പാസിറ്റി പ്ലാന്റിനുണ്ടാവണം. അതുകൊണ്ടാണ് ഇവിടെ കപ്പാസിറ്റി ഈസ് ദ കീ പോയിന്റ്, ഓർ ഇറ്റ് ഷുഡ് ബി മെൻഷനിങ് ആസ് ദ ലിവർ ഫോർ ദ ചേസ് സ്ട്രാറ്റജി. So with this strategy, the production rate is synchronized with the demand rate by varying machine capacity or hiring and lay off the employees as the demand rate varies. സോ ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ റേറ്റ് നമുക്ക് കൂടുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള വർക്ക് ഫോഴ്സ് വേണം, മെറ്റീരിയൽസ് വേണം. സോ അതനുസരിച്ച് നമ്മൾ അവിടെ മെറ്റീരിയൽ സ്റ്റോറേജും ബാക്കിയുള്ള കാര്യങ്ങൾ, വർക്ക് ഫോഴ്സിനെ നമ്മൾ ഹയർ ചെയ്യും. നമുക്ക് ഡിമാൻഡ് കുറയുന്ന സന്ദർഭമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വർക്ക് ഫോഴ്സിനെ ഫയർ ചെയ്യും. സോ അല്ലെങ്കിൽ അവർക്ക് ലീവ് കൊടുത്ത് മാറ്റി നിർത്തും. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസിലായിരിക്കും ഈ ഒരു ചേസ് സ്ട്രാറ്റജി വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. സോ നമ്മൾ ഈ ഡിമാൻഡിനനുസരിച്ച് നമ്മുടെ കപ്പാസിറ്റീനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അത് ഏതൊക്കെയാണ് വേരി ചെയ്യുന്നത്? ഇൻവെൻട്രി വേരി ചെയ്യും, മാൻ പവറിനെ വേരി ചെയ്യും, മെഷീൻസ്. അങ്ങനെയുള്ള രീതിയിലാണ് ഈ പറഞ്ഞ ചേസ് സ്ട്രാറ്റജി റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. ആൻഡ് ദിസ് സ്ട്രാറ്റജി can be expensive to implement if the cost of varying machine or labor capacity is over the time is high. ഈ സ്ട്രാറ്റജി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും. ബിക്കോസ് നമുക്ക് പ്രൊഡക്ഷൻ കൂടുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ടൈമിലേക്ക് മാത്രം എംപ്ലോയീസിനെ സ്ഥിര വരുമാനമായിട്ട് നിർത്താനോ ഒന്നും നമുക്ക് താല്പര്യപ്പെടുന്നില്ല. നമ്മളെന്താ ചെയ്യുന്നത്? ആ ഒരു ടൈം പീരീഡിലേക്ക് അവരെ അത്രയും ഹയർ ചെയ്യുന്നു. ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഹയർ ചെയ്യുന്നു. ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിന് വേണ്ടി, ആ പ്രൊഡക്ഷൻ കൂടി നിൽക്കുന്ന ടൈം പീരീഡിലേക്ക് നമ്മളത് അത്രയും ഹയർ ചെയ്യും. നമുക്കത് യൂസ് ഇല്ല എന്നുള്ളൊരു കണ്ടീഷനാണെങ്കിൽ നമ്മൾ ആ വർക്ക് ഫോഴ്സിനെ ഫയർ ചെയ്യും, മെഷീൻസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ആ ഒരു രീതിയിലായിരിക്കും ഈ പറഞ്ഞ ചേസ് സ്ട്രാറ്റജി നമ്മൾ കൊണ്ടുപോകുന്നത്.
സോ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വർക്ക് ഫോഴ്സിൻ്റെ ഇടയിലുണ്ടാവും. നമുക്ക് പ്രൊഡക്ഷൻ റേറ്റ് കൂടി നിന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് സേഫ് ആയിട്ടുള്ള വർക്ക് സോൺ നമ്മൾ നിൽക്കത്തുള്ളൂ എന്നുള്ളത്. അവരുടെ മൊറാലിനെ അത് അഫക്റ്റ് ചെയ്യും, വർക്ക് ഫോഴ്സിൻ്റെ മൊറാലിനെ അഫക്റ്റ് ചെയ്യും. അവർക്ക് തന്നെ ഒരു വിചാരമുണ്ടാവും നമ്മുടെ ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് അത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ളതല്ല, നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മൾ ജോലി തെറിക്കും എന്നുള്ളൊരു സാഹചര്യത്തിലായിരിക്കും എന്നുള്ളത് അവരുടെ ഒരു നെഗറ്റീവ് മൊറാൽ ഈ വർക്കേഴ്സിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ദ ചേസ് സ്ട്രാറ്റജി റിസൾട്ട്സ് ഇൻ ദ ലോ ലെവൽസ് ഓഫ് ഇൻവെൻട്രി ഇൻ ദ സപ്ലൈ ചെയിൻ ആൻഡ് ഹൈ ലെവൽസ് ഓഫ് ചേഞ്ച് ഇൻ കപ്പാസിറ്റി ആൻഡ് ദ വർക്ക് ഫോഴ്സ്. ഞാൻ പറഞ്ഞായിരുന്നു. സോ നമ്മുടെ ഈ ചേസ് സ്ട്രാറ്റജിയിൽ ഡിമാൻഡിനനുസരിച്ചാണ് നമ്മളെല്ലാം പ്ലാൻ ചെയ്യുന്നത്. ഡിമാൻഡിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഇൻവെൻട്രി ലെവല്, വർക്ക് ഫോഴ്സ് ലെവല്, വർക്കിംഗ് ടൈം, ഓവർ ടൈം, ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് ഇൻവെൻട്രിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ അങ്ങനെയുള്ളൊരു കണ്ടീഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ലോ ലെവൽ ഓഫ് ഇൻവെൻട്രി ആയിരിക്കും. എക്സാക്റ്റ് ഡിമാൻഡ് എത്രയാണോ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻവെൻട്രി ആയിരിക്കും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. ആൻഡ് ഇവിടെ വർക്ക് ഫോഴ്സിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും വേരിയിങ് ആയിരിക്കും. And it should be used when the cost of carrying cost of inventory is high and cost of change levels of the machine and labor capacity ആണ്. ഇത് എപ്പോഴാണ് നമുക്ക് ഒരു സ്ഥലത്ത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഈ പറഞ്ഞ വർക്കേഴ്സിനെ പറഞ്ഞു വിടാനും തിരിച്ചെടുക്കാനും എല്ലാം കുറഞ്ഞൊരു കോസ്റ്റേ വരുന്നുള്ളൂ എന്നുള്ള കണ്ടീഷനാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ചേസ് സ്ട്രാറ്റജി അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഫ്ലെക്സിബിലിറ്റി സ്ട്രാറ്റജി. ഫ്ലെക്സിബിലിറ്റി സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും യൂട്ടിലൈസേഷൻ ആസ് ദ ലിവർ. This strategy may be used if there is excess machine capacity and the workforce shows scheduling ഫ്ലെക്സിബിലിറ്റി. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് എക്സസ് ആയിട്ടുള്ള മെഷീൻസ് യൂസേജ് നമുക്ക് ഉണ്ട്, നമുക്ക് ഐഡിയലായിട്ട് വർക്ക് ചെയ്യാത്ത രീതിയിലുള്ള മെഷീൻസ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി സ്ട്രാറ്റജി എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഫോഴ്സിനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് ടൈം ആയിരിക്കും കൊടുക്കുന്നത്. ഇൻ ദിസ് കേസ് ദ വർക്ക് ഫോഴ്സ് കപ്പാസിറ്റി ഈസ് കെപ്റ്റ് സ്റ്റേബിൾ ബട്ട് ദ നമ്പർ ഓഫ് അവേഴ്സ് വർക്ക്ഡ് ഈസ് വേരിയഡ് ഓവർ ടൈം ഇൻ ആൻ എഫേർട്ട് ടു സിങ്ക്രണൈസ് ദ പ്രൊഡക്ഷൻ വിത്ത് ഡിമാൻഡ്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള വർക്ക് ഫോഴ്സിനെ നമ്മൾ സേഫർ സൈഡിൽ നമ്മൾ അവരെ നമ്മുടെ കയ്യിൽ തന്നെ നിർത്തും. നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് നമുക്ക് അതനുസരിച്ച് അവരെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സപ്പോസ് പ്രൊഡക്ഷൻ റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ 8 മണിക്കൂർ വർക്ക് ചെയ്യിക്കത്തില്ല, നമ്മൾ പകരം അവർക്ക് ഷിഫ്റ്റ് ടൈം കുറച്ചായിരിക്കും കൊടുക്കുന്നത്. ഒരു 5 മണിക്കൂറായിരിക്കും കൊടുക്കുന്നത്. നമുക്ക് അതേസമയം പ്രൊഡക്ഷൻ റേറ്റ് കൂടേണ്ട ആവശ്യമുണ്ട്. നമുക്കത് കൂടേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യിക്കും. 10 മണിക്കൂർ വർക്ക് ചെയ്യിക്കും, 12 മണിക്കൂർ ചിലപ്പം വർക്ക് ചെയ്യിപ്പിച്ചെന്നിരിക്കും. സോ അങ്ങനെയുള്ള കണ്ടീഷൻ ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ എന്നുള്ള റേറ്റിലായിരിക്കത്തില്ല പോകുന്നത്. അവരുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് അത് ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. ആ ഫ്ലക്ച്വേഷൻ വരുന്നത് ഈ പറഞ്ഞ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് അവരുടെ വർക്കിംഗ് ടൈം നമ്മൾ പ്ലാൻ ചെയ്യിക്കും. ആൻഡ് ഈ ഒരു കണ്ടീഷൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഇത് റൺ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മെഷീൻസ് നമുക്ക് എപ്പോഴും സ്റ്റോറേജ് ഉണ്ടാവണം. നേരത്തെ പറഞ്ഞ ചേസ് സ്ട്രാറ്റജിയിലെ പോലെ ആ സമയത്ത് മെഷീൻസിനെ ഹയർ ചെയ്യാനോ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി സ്ട്രാറ്റജിയിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് മെഷീൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ പ്രൊഡക്ഷൻ റേറ്റ് കുറവാണ്, ആ സമയത്ത് നമ്മൾ ആ മെഷീൻസ് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു രീതിയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി സ്ട്രാറ്റജി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. Although this strategy does require that the workforce be flexible, it avoids some of the problems associated with the chase strategy, most notably changing size of the workforce. So ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു വർക്ക്ഫോഴ്സിൻ്റെ a number of persons who are working as a team, it will be kept as the constant. സോ അങ്ങനെയുള്ളൊരു കണ്ടീഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ആൻഡ് ദിസ് സ്ട്രാറ്റജി റിസൾട്ട്സ് ലോ ലെവൽ ഓഫ് ഇൻവെൻട്രി ബട്ട് വിത്ത് ലോവർ ആവറേജ് ഓഫ് മെഷീൻ യൂട്ടിലൈസേഷൻ. സോ ഇവിടുത്തെ മെഷീൻ യൂട്ടിലൈസേഷൻ്റെ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ അത് കുറവായിരിക്കും. ഇപ്പം നമുക്ക് പ്രൊഡക്ഷൻ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് മെഷീൻസിനെ നമ്മൾ റൺ ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഉള്ള ഇൻവെൻട്രി ലെവൽസ് നമുക്ക് കുറഞ്ഞ രീതിയിലായിരിക്കും കെപ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. സോ അങ്ങനെ ഉള്ള രീതിയിലാണ് ഈ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി സ്ട്രാറ്റജി വരുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഇറ്റ് ഈസ് ലെവൽ സ്ട്രാറ്റജി. ഈ ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഇൻവെൻട്രി ആണ് നമ്മളുടെ കീ ലിവർ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. സോ ഇൻ ദിസ് സ്ട്രാറ്റജി
a stable machine capacity and the workforce are maintained with a constant output rate. So ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചേസ് സ്ട്രാറ്റജി നമ്മൾ whatever the demand, our production will be varying with respect to the demand. In the level strategy, whatever the demand, the production rate will be kept as a constant value. സോ അതാണ് ഈ പറഞ്ഞ ലെവൽ സ്ട്രാറ്റജിയുടെ പ്രൊഡക്ഷൻ റേറ്റ് ഒരു ത്രൂ ഔട്ട് ദ ഇയർ എത്രയാണോ അത് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ റൺ ചെയ്യുന്നത്. സെയിം തന്നെ സപ്പോസ് ഈ പറഞ്ഞ വേരിയിങ് ആണെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് 500 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വന്നാലും നമ്മൾ 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഡിമാൻഡിനെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടല്ല, നമ്മുടെ പ്രൊഡക്ഷൻ 500 യൂണിറ്റ് ആണെങ്കിൽ 500 എണ്ണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള രീതിയിലായിരിക്കും പോകുന്നത്. അത് ഈ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നുണ്ട് അടുത്തൊരു ക്ലാസ്സിൽ. സോ അത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു കേസ് വരുമ്പോഴത്തേക്കും ഷോർട്ടേജസ് ആൻഡ് സർപ്ലസ് റിസൾട്ട് ഇൻ ദ ഇൻവെൻറ്ററി ലെവൽസ് ഫ്ലക്ച്വേറ്റിംഗ് ഓവർ ദ ടൈം ആൻഡ് ഇൻ ദിസ് കേസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് സിങ്ക്രണൈസ്ഡ് വിത്ത് ദ ഡിമാൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മറ്റേ കേസ് ഈ പറഞ്ഞ ചേസ് സ്ട്രാറ്റജിയിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സിങ്ക്രണൈസ്ഡ് വിത്ത് ദ ഡിമാൻഡിനനുസരിച്ച് ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്നു. സോ ഇവിടുത്തെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുമായിരിക്കും. ആൻഡ് എയ്തർ ഇൻവെൻട്രീസ് ആർ ബിൽറ്റ് അപ്പ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ് ഓർ ബാക്ക്ലോഗ്സ് ആർ ക്യാരിഡ് ഓവർ ടു ഹൈ ടു ലോ ഡിമാൻഡ് പീരീഡ്സ്. First of all, on my last class I have discussed what is aggregate planning and what are the requirements for the aggregate planning. So going into the topic, today we are going to discuss aggregate planning strategies. So first of all we need to know what are the costs involved in aggregate planning. Okay, so going into that, there are certain costs are associated with the aggregate planning. That is first one, regular time production cost. Regular time production cost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഡ്യൂറിങ് ദ വർക്കിംഗ് അവേഴ്സ്. ഓക്കെ, നമ്മുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ആ ഒരു വർക്കിംഗ് ടൈമിൽ ഒരു 8 hours ആണ് അവരുടെ നമ്മൾ വർക്കിംഗ് ടൈം ആദ്യമേ ഫിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കിംഗ് ഇതൊരു പ്യുവർ സ്ട്രാറ്റജി ബേസ്ഡ് ലെവൽ പ്രൊഡക്ഷനും ചേസ് ഡിമാൻഡിൻ്റെയും ഒരു ഗ്രാഫിക്കൽ എക്സാമ്പിളാണ് ഈ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ഈ കാണാം, ഈ പറഞ്ഞ ബ്ലാക്ക് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ലൈനാണ് നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ അത് വേരിയിങ് ആണ്. സോ ലെവൽ സ്ട്രാറ്റജിയിൽ ഞാൻ പറഞ്ഞായിരുന്നു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദ ടൈം പീരീഡ്, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ പറഞ്ഞ ആദ്യത്തെ ഒരു ക്വാർട്ടർ പറയുമ്പോഴത്തേക്ക് എന്താണ് ഡിമാൻഡ് കുറവായിരുന്നു പക്ഷേ പ്രൊഡക്ഷൻ കൂടുതലാണ്. സോ അവിടെ എന്താണ് ഇൻവെൻട്രീസ് അക്യുമുലേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ ഇൻവെൻട്രീസ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഇൻവെൻട്രീസ് ആണ് അടുത്ത ഒരു ക്വാർട്ടർ പീരീഡ് നോക്കുമ്പോഴത്തേക്കും എന്താണ് അവിടെ പ്രൊഡക്ഷൻ കുറവും ഡിമാൻഡ് കൂടുതലുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ അക്യുമുലേറ്റ് ചെയ്ത അത്രയും ഇൻവെൻട്രീസിനെ ഇവിടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് ഈ ലെവൽ പ്രൊഡക്ഷനിൽ. അതേസമയം ചേസ് ഡിമാൻഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡിമാൻഡിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്ഷനെ നമ്മൾ വേരി ചെയ്യിക്കും. അതിനനുസരിച്ചുള്ള മാൻ പവർ ഹയർ ചെയ്യുകയും അല്ലെങ്കിൽ ഫയർ ചെയ്യുക, അങ്ങനെ എന്താ ചെയ്യേണ്ടത് മാൻ പവറിനെ നമ്മൾ അതനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു രീതിയിലാണ് ഈ പറഞ്ഞ ചേസ് ഡിമാൻഡ് റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. താങ്ക് യു ഓൾ. സീ യു ഇൻ മൈ നെക്സ്റ്റ് ക്ലാസ്.